എന്താലോചിച്ച് നിൽക്കുക? ഞാൻ അമ്മാവനെ കുറിച്ച് ആലോചിച്ചാ. എന്താ? കോടിക്കണക്കിന് സ്വത്തുക്കളൊക്കെ ഉണ്ടായിട്ടും അമ്മാവൻ എത്ര സാധാരണക്കാരനാണെന്ന് ഞാൻ ഓർക്കുമായിരുന്നു. ഇത്ര നാളും ഞാനൊരു അകലത്തിൽ നിന്നല്ലേ അമ്മാവനോട് സംസാരിച്ചിട്ടുള്ളൂ. അമ്മാവൻ ഇങ്ങനെ എന്നോട് അടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സത്യത്തിൽ അമ്മാവൻ്റെ മുമ്പിൽ എങ്ങനെ നിൽക്കുമെന്ന് പേടിയോടെ ഞാൻ അങ്ങോട്ട് ചെന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എല്ലാം മാറി. എന്നാ ഗിരിയേട്ടൻ അച്ഛനോട് കാണിച്ച ഈ ഓവർ മര്യാദയൊക്കെ എനിക്കിഷ്ടപ്പെട്ടില്ല. അല്ല, എന്റെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റാ ഉണ്ടായത്? എന്ത് പറഞ്ഞിട്ടാ ഞാൻ ഗിരിയേട്ടനൊപ്പം വിരുന്നിന് വന്നേ? അത് അവിടെ ചെന്നപ്പോ അമിത വിനയം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? പറഞ്ഞു. പക്ഷേ ഗിരിയേട്ടന് തല കുമ്പിട്ട് നിൽക്കുന്ന ശീലം കുറച്ചു കൂടുതലാ. അത് മാറ്റണം. പടനിലത്ത് ചെല്ലുമ്പോ തലയുയർത്തി നെഞ്ചു വിരിച്ചു തന്നെ നിൽക്കണം. പറു, അത് അഹങ്കാരായി പോയില്ലേ? അമ്മാവന്റെ മുമ്പിൽ അത്രയ്ക്ക് അഹങ്കാരം കാണിക്കണം? അമ്മാവന്റെ മുമ്പിൽ തലയെടുത്ത് നിൽക്കാൻ മാത്രം എനിക്കെന്ത് യോഗ്യതയുള്ളത്? ഞങ്ങളുടെ കുടുംബത്തിന് എന്താ ഉള്ളത്? അങ്ങനെ തലമറന്ന് എണ്ണ വയ്ക്കാൻ പാടില്ല. ഞങ്ങൾ പാവപ്പെട്ടവരാ. അപ്പൊ ആ നിലയ്ക്ക് തന്നെ നിൽക്കണം. ഗിരിയേട്ടനെ ചിന്താഗതി ആദ്യം മനസ്സിൽ നിന്ന് തുടച്ചു നിൽക്കണം. ഗിരിയേട്ടനും കുടുംബവും ആരെ ആശ്രയിച്ചിട്ടൊന്നുമല്ലല്ലോ കഴിയുന്നത്. ഗിരിയേട്ടൻ അധ്വാനിച്ച് കിട്ടുന്ന പണം കൊണ്ടല്ലേ ഈ കുടുംബം നോക്കുന്നത്. പിന്നെ എന്തിന്, എന്ത് കാര്യത്തിന് മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കണം? ഞാനും എന്റെ പെങ്ങന്മാരും ഇന്നീ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു പങ്ക് അമ്മാവനാ. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഈ നന്ദി ഉപകാരസ്മരണയെല്ലാം നല്ലത് തന്നെ. പക്ഷേ അമിത വിനയം അത് ഒരിക്കലും നല്ലതല്ല. അതിനോട് എനിക്കൊട്ടും യോജിക്കാനാവില്ല. അച്ഛനോടെന്നല്ല, ആരോടും അമിത വിനയം കാണിക്കാൻ പാടില്ല. ഗിരിയേട്ടാ, നമുക്കൊരു വ്യക്തിത്വമുണ്ട്. അത് ആരുടെ മുന്നിലും അടിയറവ് വെക്കരുത്. സ്വന്തം അഭിപ്രായത്തിൽ സ്വന്തം കാലിൽ എപ്പോഴും ഉറച്ചു നിൽക്കണം. ഇദ്ദേഹം ഇവിടെ അല്ലേ അച്ചടിക്കേണ്ടത്? എന്താ ഗിരിയേട്ടാ, എന്നെ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ലേ?